വ്യവസായി ടി.ജി. നന്ദകുമാർ, അതായത് മലയാളികൾ ദല്ലാൽ നന്ദകുമാർ എന്ന് കാലങ്ങളായി കേട്ടിട്ടുള്ള ടി.ജി. നന്ദകുമാറാണ് വാർത്തകളിലെ പുതിയ താരം. അനിൽ ആൻ്റണി അഴിമതി നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ, അതായത് സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി 25 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നും ആ പണം തിരിച്ച് നൽകിയില്ല, പിന്നീട് പി.ജെ. കുര്യനോട് ഇടപെടാൻ ആവശ്യപ്പെട്ടു, ഒടുവിൽ പി.ടി. തോമസ് ഇടപെട്ടാണ് പണം തിരിച്ചു വാങ്ങി നൽകിയത് എന്ന ആരോപണം, വളരെ ഗുരുതരമായ ആരോപണമാണ് ടി.ജി. നന്ദകുമാർ അനിൽ ആൻ്റണി പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിക്കെതിരെ ഉയർത്തിയത്. ഈ വിവാദവും ദല്ലാൽ നന്ദകുമാറിൻ്റെ ലക്ഷ്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ടി.ജി. നന്ദകുമാറിനെ മലയാളികൾ കേൾക്കാൻ തുടങ്ങിയത് ഡാറ്റാ സെൻറ്റർ അഴിമതി വിവാദവുമായി ബന്ധപ്പെട്ടാണ്. റിലയൻസിന് ഡാറ്റാ സെൻറ്റർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു കേട്ട ആരോപണമാണ്. അന്ന് VS ഈ വിവാദ ദല്ലാൽ നന്ദകുമാറിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയതെല്ലാം കേരളം കേട്ടതാണ്. അതിനെല്ലാം പിന്നാലെ ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശന സമയത്തും ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയിരുന്നു. അതായത് പത്മജ CPMലേക്ക് പോകാൻ ശ്രമം നടത്തി എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു. അതിനും പിന്നാലെ മറ്റൊരു ആരോപണം ഉയർന്നത് ദീപ്തി മേരി വർഗീസ് എന്ന കോൺഗ്രസിൻ്റെ നേതാവ്, അവരും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് CPMുമായി ചർച്ച നടത്തി എന്നതായിരുന്നു. അതായത് കഴിഞ്ഞ സമീപകാലത്തായി ദല്ലാൽ നന്ദകുമാറിൻ്റെ രാഷ്ട്രീയം അതേതാണ്ട് CPMനോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ CPMന് വേണ്ടി പറയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. കോൺഗ്രസിനും BJPക്കും എതിരെയാണ് നന്ദകുമാറിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ BJP ഫോക്കസ് എന്ന് തോന്നാവുന്ന തരത്തിൽ അനിൽ ആൻ്റണിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഫലത്തിൽ ഈ ദല്ലാൽ നന്ദകുമാർ തന്നോട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെന്നും അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ അയാളുടെ പിന്നാലെ അയാൾ ശല്യം ചെയ്തെന്നും ഒക്കെയായിരുന്നു അനിൽ ആൻ്റണിയുടെ ഒരു വിശദീകരണം ആദ്യഘട്ടത്തിൽ വന്നത്. അതായത് AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് നടന്നതാണ്, 2014 സമയത്ത് നടന്നതാണ്. അതായത് 2014 മുതലാണല്ലോ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിന് മുൻപ് നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണം വന്നിരിക്കുന്നത്. ഫലത്തിൽ AK ആൻ്റണിയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നു. അതായത് കോൺഗ്രസ് ഭരണത്തെ കൂടി പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം AK ആൻ്റണിയുടെ പ്രതിരോധ രേഖകൾ ഈ അനിൽ ആൻ്റണി, മകനായ അനിൽ ആൻ്റണി വീട്ടിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് കൊടുത്തിരുന്നു എന്ന തരത്തിലുള്ള ആരോപണം. അതായത് ഈ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്നുകൊണ്ട് ചില ദല്ലാൾ വേലകൾ ചെയ്യുമല്ലോ പലരും, അത്തരത്തിലുള്ള പലരും സമീപകാലത്ത് പലയിടങ്ങളിലും കുടുങ്ങിയിട്ടുമുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഈ അനിൽ ആൻ്റണി അതാണ് ചെയ്തിരുന്നതെന്നാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണം. എന്തായാലും ദല്ലാൽ നന്ദകുമാറും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം ദല്ലാൽ നന്ദകുമാറും ഒരു അനധികൃത നിയമനത്തിനായാണ് താൻ ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഒരാളെ അനധികൃതമായി നിയമിക്കാൻ, എന്തായാലും ആ നിയമനം നടന്നില്ല എന്ന് ദല്ലാൽ തന്നെ സ്ഥിരീകരിക്കുന്നു. അതേ തുടർന്നാണ് പൈസ തിരിച്ച് ചോദിച്ചതെന്നും അദ്ദേഹം പറയുമ്പോൾ, അനിൽ ആൻ്റണി വിചാരിച്ചാൽ AK ആൻ്റണി എന്ന പ്രതിരോധ മന്ത്രി വീട്ടിലുള്ളപ്പോൾ ഒരാളെ നിയമിക്കാൻ കഴിയില്ലേ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ നന്ദകുമാർ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും, പല കാലങ്ങളിൽ പല സമയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകും. എല്ലാ കാലത്തും ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ് അയാളുടെ മുഖമുദ്രയായി വരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഫലത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൻ്റെ സത്യസന്ധത യഥാർത്ഥത്തിൽ സംശയകരമാണ് എന്ന് പറയേണ്ടി വരുന്നു. പണമിടപാടുകൾ എന്തെങ്കിലും തരത്തിൽ നടന്നതായുള്ള രേഖകൾ പുറത്ത് വിടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭീഷണികളും മുഴക്കിക്കൊണ്ട് കൃത്യമായൊരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിനാണ് ദല്ലാൽ നന്ദകുമാർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു കള്ളൻ മറ്റൊരാളെ കള്ളൻ എന്ന് വിളിക്കുകയാണ്. ഫലത്തിൽ താനൊരു കള്ളനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ കള്ളൻ പറയുന്ന കാര്യങ്ങൾ ജനം വിശ്വസിക്കുമോ? കാരണം ദല്ലാൽ നന്ദകുമാറിനെ കുറേ കാലമായി കേരളം കേട്ടിട്ടുള്ളതാണ്. ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാൾ എന്ന നിലയിലാണ് കേരളം അയാളെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ
ഈ വാദപ്രതിവാദങ്ങൾ, ഈ കോലാഹലങ്ങൾ ഉപയോഗിക്കാൻ CPM-ന് കഴിയുന്നു. സമീപകാലത്ത് EP ജയരാജനുമായി കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് ദല്ലാൽ നന്ദകുമാർ ഈ പല വിഷയങ്ങളിലും EP-ക്ക് വേണ്ടി ചർച്ച നടത്തി കോൺഗ്രസ് നേതാക്കളെ CPM-ൽ എത്തിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ബന്ധങ്ങളാണ് ഫലത്തിൽ ഇത്തരം നേതാക്കൾ പലരും ദല്ലാൽ നന്ദകുമാർ ഉള്ള സ്ഥലത്തൊക്കെ പോകുന്നതൊക്കെ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷവും നടക്കുന്ന കാര്യമാണ്. പക്ഷേ അത് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് എങ്ങനെ പോകുന്നു എന്ന ചോദ്യമാണ് ബാക്കിയായിട്ടുള്ളത്. എന്തായാലും ഇത് പത്തനംതിട്ട തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ചില ആരോപണങ്ങൾ, തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് മാത്രം ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ, അത് ചെറിയൊരു ശതമാനം ആളുകൾ ഒരുപക്ഷെ വിശ്വസിക്കുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കരുതിക്കൂട്ടി ആക്രമിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ പറഞ്ഞു വരാറുള്ളത്, അല്ലെങ്കിൽ ജനം ഫീൽ ചെയ്ത് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായൊരു സഹതാപ തരംഗം പോലും പലപ്പോഴും ഉയർന്നു വന്ന് കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരത്തെ ശശി തരൂരിനെതിരെ ഒരു കാലത്ത് ഉയർന്നിരുന്ന ആരോപണങ്ങൾ. ശശി തരൂരിനെതിരെ ഈ സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ, അത് ഒരു കാലത്ത് വല്ലാതെ ഉപയോഗിക്കപ്പെട്ടു, രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ശശി തരൂരിനൊപ്പമായിരുന്നു ജനം നിന്നത്. ശശി തരൂരിൻ്റെ അതേ ക്രെഡിബിലിറ്റി അനിൽ ആൻ്റണിക്കുണ്ടോ എന്നുള്ളത് ഇനി തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും ദല്ലാൽ നന്ദകുമാർ പോലും പറയുന്നത് അഴിമതി നടത്തി, അതായത് കാര്യം സാധിച്ചു കൊടുത്തു എന്ന് പറയുന്നില്ല. ഫലത്തിൽ അവിടെയാണ് സംശയം. അനിൽ ആൻ്റണി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ മകൻ വിചാരിച്ചാൽ അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലെ നിയമിക്കാൻ കഴിയില്ല. കാരണം ഈ അധികാര കേന്ദ്രങ്ങളെല്ലാമായും ബന്ധപ്പെടാൻ സാഹചര്യമുള്ള ഒരാളാണ് ആ ഘട്ടത്തിൽ അനിൽ ആൻ്റണി. അയാൾ വിചാരിച്ചിട്ട് ഇങ്ങനൊരു കാര്യം നടന്നില്ല എന്ന് പറയുമ്പോൾ ഈ ആരോപണം യഥാർത്ഥത്തിൽ വലിയ സംശയമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കരുതിക്കൂട്ടി പല സ്ഥാനാർത്ഥികളെയും അവഹേളിക്കാൻ പല മുന്നണികളും പല നീക്കങ്ങളും നടത്താറുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കേവലം ഇത് അനിൽ ആൻ്റണിയെ മാത്രം ഉദ്ദേശിച്ചല്ല, അതിനേക്കാൾ ഗുരുതരമാണ് തൊട്ടപ്പുറത്ത് AK ആൻ്റണിക്കെതിരെ ഫലത്തിൽ AK ആൻ്റണി എന്ന പ്രതിരോധ മന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന ഒരു നീക്കം നടന്നത്. അതായത് ഈ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്ന് പറഞ്ഞാൽ അത് ഫലത്തിൽ ഈ ആൻ്റണി പുൽവാമയുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ള ആരോപണം BJPയുടെ നിൽക്കുമ്പോൾ ഈ രാജ്യദ്രോഹിയാണ് അനിൽ ആൻ്റണിയും എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് പത്തനംതിട്ട തെരഞ്ഞെടുപ്പിന് സമയത്ത് ഈ TG നന്ദകുമാർ ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അവിടെ ചോദ്യം ചെയ്യപ്പെടുക ചെറിയ പ്രായത്തിലുള്ള അനിൽ ആൻ്റണി അല്ല, അനുഭവ സമ്പത്തുള്ള AK ആൻ്റണി. മാത്രമല്ല ഇത്തരം പ്രതിരോധ മന്ത്രിയുടെ രഹസ്യങ്ങൾ വീട്ടിലാണോ കൊണ്ടുവെക്കുന്നത് എന്നൊക്കെയുള്ള യഥാർത്ഥത്തിൽ TG നന്ദകുമാറിൻ്റെ ആരോപണങ്ങൾ ബാലിശമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു AK ആൻ്റണിയുടെ സമയത്ത് ആകെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടാണ് ആകെ നടന്നിട്ടുള്ളത്. അതായത് വലിയ ആയുധം അല്ലെങ്കിൽ വിമാന ഇടപാടൊക്കെ നടന്നിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് TG നന്ദകുമാർ. എന്തായാലും ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതൊരു ചർച്ചയാക്കാൻ കഴിയും. കൂടുതൽ ശക്തമായ അക്രമങ്ങൾ വന്നാൽ അത് കൂടുതൽ അനിൽ ആൻ്റണിക്ക് ഗുണകരമായി മാറും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മറ്റൊരു സംശയം, ഇപ്പോൾ PJ കുര്യനെ പോയി കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതായത് പണം തരാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ PJ കുര്യൻ പറയുന്നു പണം തരാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു, എന്താണ് കാര്യം എന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നു. TG നന്ദകുമാർ അത് തന്നെയാണ് പറയുന്നത്, എന്താണ് കാര്യമെന്ന് താൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത്ര അധികം വലിയ ഒരു നേതാവിൻ്റെ മകൻ പണം തരാനുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിനാണെന്ന് പോലും ചോദിച്ചില്ല എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം സംശയകരമായ കാര്യമാണ്, കള്ളത്തരമാണ് എന്ന് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും. രണ്ടാമത്തത്, ഉമാ തോമസിന് ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് പറയുന്നത്. പക്ഷേ ഉമാ തോമസ് അത് സമ്പൂർണ്ണമായും ഈ PT മരിച്ച ശേഷം ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഇത്തരം വിവാദങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളയുകയാണ്. അതായത് ഉമാ തോമസിനും ഈ വിവാദത്തെക്കുറിച്ച് അറിയില്ല. TG നന്ദകുമാർ പറഞ്ഞ ആ വസ്തുതയും അവിടെ പൊളിയുകയാണ്. ഫലത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അനിൽ ആൻ്റണി അല്പം മുന്നേറ്റം നടത്തുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അത് ഇത്തരത്തിൽ ആയുധമാക്കി മാറ്റുകയാണ് ഫലത്തിൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ ഇത്തരം ആരോപണങ്ങൾ ആ സ്ഥാനാർത്ഥികൾക്ക് ഗുണമാകുകയുള്ളൂ എന്ന് കരുതേണ്ടി വരും. അനിൽ ആൻ്റണി ഈ വിവാദത്തിൽ നിന്ന് നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും.